ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. നല്ല നാടൻ മത്തി കിട്ടിയപ്പോൾ അത് നല്ല മസാലക്കൂട്ടോടുകൂടി മസാലയൊക്കെ ഇട്ടിട്ട് മസാലയോടുകൂടി കഴിക്കാവുന്ന രീതിയിൽ ഒരു കൂട്ട് തയ്യാറാക്കുക. അതിലേക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇടുക, പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക, പിന്നെ എരിവിൻ്റെ പാകത്തിന് 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ളൊരു കണ്ടൻ്റാണത് കുരുമുളക് നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളായാണ്, അതാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി കൂടി മിക്സിയിലെ ജാറിലേക്ക് ഇട്ട ശേഷം വെള്ളം ചേർക്കാതെ ഇതെല്ലാം അത് അരച്ചെടുത്തത് അതിലേക്ക് നമ്മൾ സോസ് പാൻ വെച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ മസാലക്കൂട്ട് അതിലേക്ക് ഇടുക. അതിലിട്ട ശേഷം നല്ലപോലെ ഇതായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അതിൻ്റെ പച്ചമണം പോണ വരെ വഴറ്റിയെടുക്കുക. അത് വഴറ്റിയെടുത്തതിലേക്ക് നല്ലപോലെ വഴറ്റിയെടുക്കുക. ആ പച്ചമണം പോണ വരെ പോയ ശേഷം അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും എടുത്തിട്ട് നല്ല ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ മസാലയിലേക്ക് ഓരോ മീൻ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് വെച്ച ശേഷം നല്ലപോലെ മീനൊക്കെ ഇട്ട് വെച്ച ശേഷം നല്ലപോലെ അത് ഒന്ന് മുറുകരുത്, വേവ് വരണ വരെ ആക്കാം. നല്ലപോലെ വെന്ത് ആ ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ഓരോന്നും മറിച്ചിട്ടിട്ട് അത് ശരിക്കും നല്ല മറിച്ചിട്ട് ലോ ഫ്ലെയിമിലാണ് ഇത് ചെയ്യേണ്ടത്. അതൊക്കെ മസാലയൊക്കെ അതിൽ പിടിച്ചേക്കണ്ട, സെറ്റായിട്ടുണ്ട്. അടിപൊളി മസാലയും. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന റെസിപ്പിയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊരു ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ ഇത് നമ്മൾ നല്ല മട്ടേരി ചോറിൻ്റെ കൂടെ ഒരു രസം ഒഴിച്ച് ഇതിങ്ങനെ പിച്ച് കഴിക്കുമ്പോൾ ഉണ്ടെന്ന് മോനെ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവലാണ്. അപ്പോൾ ഇത് നിങ്ങൾ വെച്ച ശേഷം അത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.